കാരണം ഞാനൊരു സ്റ്റുഡൻ്റാണ് സാറുടെ. സാർ ഞാൻ ചില സംഗതി പാടുമ്പോൾ ഞാനൊരു 5 മാർക്ക് എക്സ്ട്രാ തരുന്നു എന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ച ആളാണ്. അപ്പോൾ എനിക്ക് ആ വൈകാരികമായിട്ടുള്ള ഒരു അഫെക്ഷൻ എല്ലാവരോടും ഉണ്ട്. അടുത്ത സുമതി വളവൊക്കെ വരുന്നുണ്ട്, മാളിയപ്പുറം ടീമിൻ്റെ തന്നെയാണ്. അതിൽ സാർ ഒരു നല്ലൊരു പാട്ട് തരട്ടെ, ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ആഗ്രഹിക്കുമല്ലോ. സഖി നീ അറിയുമോ വിങ്ങുമെൻ ഗദ്ഗതം. ഞാൻ രഞ്ജിൻ്റെ സംഗീതത്തിൽ പാടണം എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ആ വിധി സംഭവിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ആ പാട്ട് പാടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം രഞ്ജൻ്റെ മ്യൂസിക്കിൽ എന്തായാലും എം ജി സുകുമാർ പാടില്ല. പാടിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു പാട്ട് സാറ് പാടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതുണ്ടാവുന്നു ഞാൻ എനിക്ക് ഇന്നും പലപ്പോഴും എൻ്റെ മോനടക്കം ചിലപ്പോൾ സാറുടെ പാട്ടുകൾ കേട്ടിട്ടൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. അല്ല, നല്ല ഗായകനാണ്. നമ്മൾ ഇത്രയോ പാട്ടുകൾ നമ്മൾ അദ്ദേഹത്തിന് കേട്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു സാറ് പാടണമെന്ന്. സാറ് പാടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, അത് സോൾവ് ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് വേറെ ആരെങ്കിലുമായിട്ട് ചർച്ച നടത്തിയിരുന്നു? ഇല്ല, ഇത് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതിനെപ്പറ്റി ഞാൻ ആക്ച്വലി ആ വിളിച്ച ഡയറക്ടറോട് മാത്രം ഞാൻ ചോദിച്ചു, സാർ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നോ, ഇനി അതുകൊണ്ടായിരിക്കുമോ സാറിന് എന്നോട് ദേഷ്യം തോന്നിയത്? അല്ല, ഒരു ഡയറക്ടർ വിളിക്കാൻ അവകാശപ്പെട്ട ആൾ തന്നെ കേട്ടോ. ചിലപ്പോൾ ഇനി നമ്പർ ഓഫ് ടൈംസ് കൂടിയത് കൊണ്ട് ചിലപ്പോൾ തോന്നിയതായിരിക്കാം. ഡയറക്ടർ വിളിക്കാൻ അവകാശപ്പെട്ട ആളെന്ന് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എത്രയോ പേരെ വിളിക്കുന്നു. അസംഷനാണ് അത്. അതായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നതാണ്. ഇപ്പോഴും എനിക്ക് അത് ഉറപ്പില്ല. പക്ഷെ റിയാലിറ്റി ഇപ്പൊ പറഞ്ഞ എല്ലാം കൃത്യമായ കാര്യങ്ങളാണ്. ഇതിൽ വേറെ ഫേക്ക് ഗിമ്മിക്കില്ല. എക്സാക്റ്റ് ഞാൻ പറഞ്ഞു, എക്സാക്റ്റ്. അല്ല, അത് മാളികപ്പുറത്തിൽ പാടില്ല എന്നൊരു തീരുമാനമായിരുന്നു റൈറ്റ്സ് ചോദിച്ചത്. അറിയില്ല, അതെനിക്കറിയില്ല. അല്ല, അത് എന്തായാലും നടക്കില്ല എന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. അറിയില്ല എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ കമ്പനി അദ്ദേഹത്തിന് റൈറ്റ്സ് കൊടുക്കുന്നത്? ഒരിക്കലും നടക്കില്ല. അതും മാളികപ്പുറം പോയി കാവ്യ ഫിലിംസ് പോലെ അവർ തന്നെ പ്രൊഡക്ഷൻ എനിക്കറിയില്ല. അവർ തന്നെ അത് പുറത്തു വിടുന്ന ഓഡിയോസാണ്. ആ ഓഡിയോയിൽ എങ്ങനെയാണ് റൈറ്റ്സ് കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ അത് വേണ്ട. അപ്പം രഞ്ജന ഒന്ന് തൊട്ട് തലോടി ഒന്ന് ഒഴിവായതാണ്. അങ്ങനെ ആ റൂട്ടിലേക്ക് വേണ്ടി പിടിക്കാം നമുക്ക്. അല്ല, സാർ അങ്ങനെ ചിന്തിക്കാതിരിക്കണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാനൊരു സ്റ്റുഡൻ്റാണ് സാറുടെ. സാർ എന്നെ ജഡ്ജ് ചെയ്ത ആളാണ്. സാർ ഞാൻ ചില സംഗതി പാടുമ്പോൾ ഞാനൊരു 5 മാർക്ക് എക്സ്ട്രാ തരുന്നു എന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ച ആളാണ്. അപ്പോൾ എനിക്ക് ആ വൈകാരികമായിട്ടുള്ള ഒരു അഫെക്ഷൻ എല്ലാവരോടും ഉണ്ട്. എം ജി സാറുടെ അടുത്തും ഉണ്ട്, എന്നെ അന്ന് ജഡ്ജ് ചെയ്ത ശരത് സാറോടും ഉണ്ട്, ദീദിയോടും ഉണ്ട്, എൻ്റെ കൂടെ പാടിയ എല്ലാ കണ്ടസ്റ്റൻസിനോടും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സാർ അങ്ങനെ ചിന്തിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ സാർ ഇത് മറന്നു പോട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ല, ഇത്രയും വലിയൊരു മനുഷ്യനൊക്കെ വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞാലേ, സാറുടെ ഒരു വീഡിയോയിൽ ഇത് പരാമർശിച്ചു. അല്ല, അതൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുറേ, ഞാനൊരിക്കൽ ഇവിടെ ഹൈദരാബാദി തെലുങ്ക് പടത്തിൻ്റെ പ്രാന്ത് കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുക കൊച്ചി എയർപോർട്ടിൽ, ഒന്ന് നാട്ടിലേക്ക്. കാരണം കൊച്ചിയിലേക്ക് വരാൻ പറ്റുന്നില്ല. ചെന്നൈ ഹൈദരാബാദ് അത് തന്നെയായിരുന്നു. എത്തിയ ഉടനെ ഏതൊക്കെയോ ഓൺലൈൻ മീഡിയയുടെ ലിങ്കുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10-20 എല്ലാത്തിലും ഈ വിഷയമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗത്തിനെ തന്നെ ഞാൻ വിളിച്ചു, പറഞ്ഞു ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞു എന്നെ കൊണ്ട്. അതിനെപ്പറ്റി ഒന്നും മിണ്ടരുത്. ഇതുവരെ ഒന്നും മിണ്ടിയിട്ടേ ഇല്ല. ഇപ്പോഴും മിണ്ടിയത് സത്യസന്ധമായിട്ടാണ്. വിത്ത് ഓൾ റെസ്പെക്റ്റ് തന്നെയാണ് ഇപ്പം ഞാൻ മിണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ മിണ്ടാൻ വേണ്ടി വന്നതുമല്ലല്ലോ. നമ്മളിപ്പോൾ കാര്യം പറഞ്ഞെങ്ങനെ പോയപ്പോൾ ഒഴുക്കിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ സത്യസന്ധമായ കാര്യമായതുകൊണ്ട് അത് സാറ് മനസ്സിലാക്കിയാൽ എനിക്ക് സന്തോഷം. ഇനിയെങ്കിലും എനിക്ക് സാറ് പാടണം എൻ്റെ ഒരു പാട്ട്. അതെ, നല്ലൊരു പാട്ട് സാറ് പാലട്ടമന ശ്രീകുട്ടം പാടി കൊടുക്കണം. അതെ, സാറ് പാടണം എനിക്ക് വേണ്ടി. അത് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. അടുത്ത സുമതി വളവൊക്കെ വരുന്നുണ്ട്, മാളിയപ്പുറം ടീമിൻ്റെ തന്നെയാണ്. അതിൽ സാർ ഒരു നല്ലൊരു പാട്ട് തരട്ടെ, ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ആഗ്രഹിക്കുമല്ലോ. ഇവരുടെ അടുത്തൊന്ന് പറഞ്ഞും കൂടെ വെക്കണം. ആരോട്? നമ്മുടെ പ്രൊഡക്ഷൻ ടീമിന്റെ. അതൊക്കെ ഓക്കെ ആക്കാം. എം ജി ശ്രീകുമാറിനെ സമീപിക്കാൻ ഒന്ന് പറഞ്ഞു. അതൊക്കെ ഓക്കെ ആക്കാം. സാറ് പാടിയ സന്തോഷം. നല്ലൊരു കിടില പാട്ട് ഞാൻ സാറിന് വേണ്ടി ഉണ്ടാകും. അല്ല, അതാണ് അവരും കൂടെ ഒന്ന് സമീപിച്ച് നോക്കട്ടെ. ഇപ്പോഴും രഞ്ജന്റെ മനസ്സിൽ അദ്ദേഹത്തെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സഫലമാകട്ടെ. എല്ലാ തെറ്റിദ്ധാരണകളും മാറട്ടെ. അല്ലേ, അത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ വീഡിയോ എത്തിക്കും. ഈ വീഡിയോ ഞാൻ എത്തിക്കും. അദ്ദേഹത്തിന് തന്നെ അയച്ചു കൊടുക്കും. എം ജി ശ്രീകുമാരെ നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ. അദ്ദേഹത്തെ മാറ്റി നിർത്തി മലയാള സംഗീതം നമ്മുടെ ഞാൻ 88 ബോണാണ്. 80s 90s കിഡ്സിന് എം ജി സാറുടെ പാട്ട് മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചൈൽഡ്ഹുഡ് ഉണ്ടെന്നാ പറയുന്നത്. അതെ. അപ്പൊ അദ്ദേഹമായിട്ട് എന്തിനാണ് അദ്ദേഹത്തെ പാടിപ്പിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് സംഭവമാണോ? എനിക്ക് സങ്കടം വരുമ്പോൾ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട് ഏതാണ്? ഞാൻ ബേസിക്കലി
ഈ ചിരിച്ചിരിക്കണമെന്നേ ഉള്ളൂ. ഫുൾ ടൈം സങ്കട ജീവിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വരുമ്പോ ആനന്ദ് ശ്രീബാലയില് ഈ പടം കണ്ടിട്ട് എന്നെ ഡേവിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ വിളിച്ചു. അറിയാത്ത ഒരാളാണ്, റാൻഡം ആയിട്ടുള്ള ഒരു കോള്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇമോഷണലി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ എങ്ങനെ ഇത്രയും പറ്റുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, കണ്ണ് നനയാതെ പോകുന്നില്ല പാട്ടിൽ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. ഇമോഷണലി ആളെ ഒന്ന് ഡ്രൈവ് ചെയ്യണം എന്ന് ഞാൻ ചിന്തിക്കാറുന്നില്ല. എൻ്റെ ഉള്ളത്തെ ഓട്ടോമാറ്റിക്കലി അതാണ് ജോസഫിന്റെ വിജയം. ഈ പറഞ്ഞ ഇമോഷൻ നമ്മുടെ ഉള്ളിൽ എൻ്റെ സ്ഥായി ഭാവമാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട് കരയുന്ന പാട്ട്, നീ കാണുമോ തേങ്ങുമെൻ ഉൾക്കടൽ, സഖി നീ അറിയുമോ വിങ്ങുമെൻ ഗദ്ഗതം. ആ പാട്ടാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടാവും. അതിനൊരു 100 തവണ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക പാട്ട്. ജോൺസൺ മാസ്റ്റർ അധികം ഹിറ്റാവാത്ത, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിൽ അധികം ഹിറ്റാവാത്ത പാട്ടാണത്. പക്ഷെ ഈ പാട്ടൊരു അന്യായ പാട്ടാണ്. ദാസേട്ടൻ്റെ ശബ്ദവും സ്റ്റൈലൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ദാസേട്ടനുമായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ദാസേട്ടനായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ബിച്ചുവേട്ടൻ്റെ പാട്ടിൽ ഞാൻ പാടിച്ച എല്ലാ പാട്ടിലും ദാസേട്ടൻ കേട്ടിട്ടുണ്ട് അല്ലേ? എന്നെ കുറെ അനുഗ്രഹിച്ചു ശബ്ദത്തിൽ കൂടെ, ഫോണിൽ കൂടെ. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഞാൻ രഞ്ജിൻ്റെ സംഗീതത്തിൽ പാടണം എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ആ വിധി സംഭവിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ആ പാട്ട് പാടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഓസ്കാറാണ്. അതെ അല്ലേ? അതെ. മധുചേട്ടനാണ് ഇതിനുള്ള അവസരം ഉണ്ടായത്. മധു ബാലകൃഷ്ണൻ ചേട്ടനാണ് ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് കുറേ നേരം, എനിക്കൊന്ന് 8-10 മിനിറ്റ് ദാസേട്ടനോട് എനിക്ക് സംസാരിക്കാൻ പറ്റി. അദ്ദേഹം US-ലായിരുന്നു, വാട്സാപ്പ് കോളായിരുന്നു തോന്നുന്നു. ജീവിതത്തിൽ ഇനിയുള്ള ആഗ്രഹങ്ങൾ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു ആഗ്രഹം? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇമ്മീഡിയറ്റ് ആഗ്രഹം നമുക്ക് അറ്റ് എ ടൈം ഓരോ പടങ്ങളായിട്ട് ചെയ്യണം. അറ്റ് എ ടൈം ഒരു പടം വൃത്തിയായിട്ട് ചെയ്യണം. അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. അതിനെ പെട്ടെന്ന് അച്ചീവ് ചെയ്യും. ഇമ്മീഡിയറ്റ്ലി മാസങ്ങൾക്കുള്ളിൽ അത് അച്ചീവ് ചെയ്യുന്നത് എൻ്റെ വിശ്വാസം. അങ്ങനെ ഉണ്ടാകട്ടെ. അതെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് ഞാൻ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ നാട്ടിലും, അതിപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ നാട് വിട്ടുകൊണ്ടുള്ള കൊച്ചി, ചെന്നൈ, ഇപ്പോൾ ഹൈദരാബാദ്, ഇങ്ങനെയൊരു സംഭവം. എനിക്ക് എൻ്റെ നാടാണ് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം. അപ്പോൾ എനിക്ക് അവിടെ ഒരു വീടൊക്കെ വെച്ച്, ഇപ്പോൾ വീടുണ്ട്, എൻ്റെ അച്ഛനും ഒക്കെയുള്ള വീടുണ്ട്. അതല്ലാതെ എനിക്ക് എൻ്റെ ആഗ്രഹത്തിൽ ഒരു വീടൊക്കെ വെച്ച് അതെൻ്റെ ഒരു സെക്കൻഡ് ഇതായിട്ട് ഒരു വർക്ക് സ്പേസ് ഒക്കെ ആയിട്ട് അവിടെ പോയിരുന്നും കൂടെ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത് അവിടെ ഇരുന്ന് എനിക്ക് വലിയ പടങ്ങൾ ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ തെലുങ്കൻ ഡയറക്ടർ ആണെങ്കിലും പുള്ളിയും നമുക്ക് അവിടെ കൊണ്ടുപോയി പാടമൊക്കെ കാണിച്ചു കൊടുത്ത് നമുക്ക് ചില ഡിസ്കഷൻസും ക്രിയേഷൻസും ഒക്കെ ഉണ്ടാവണം. കാരണം അവിടെ പാടം, അമ്പലം, കുളം, അങ്ങനെയുള്ള നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുമല്ലോ സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞ്, അതാണ് റിയൽ സ്ഥലം എൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു മാധുര്യം ഭയങ്കര വലുതാണ് എനിക്ക്. കാരണം എൻ്റെ ചെറുപ്പം തൊട്ട് അത് കേട്ടതുകൊണ്ടും അത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഇപ്പോൾ എല്ലാവരും സോ കോൾഡ് സിറ്റിയുടെ ഉള്ളിൽ സ്റ്റുഡിയോ എന്നുള്ള സെറ്റപ്പ് ഒന്നും ഇത് ഇരിക്കട്ടെ, പക്ഷെ എനിക്കൊരു എൻജോയ് ചെയ്യാനും ഒരു സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു സ്പേസ് ആയിട്ട് എൻ്റെ നാട്ടിലൊരു സ്റ്റുഡിയോയും ഒക്കെ ആയിട്ട് അവിടെ ഒന്ന് ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതൊരു അടുത്തൊരു ആഗ്രഹമാണ്. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കൂടുതൽ പറഞ്ഞാൽ നടക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നടക്കാവുന്ന ഒരു ആഗ്രഹങ്ങളാണ്, ചെറിയ ആഗ്രഹങ്ങൾ. തീർച്ചയായിട്ടും. അതായത് ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ഭയങ്കര അറ്റം ഞാൻ ചിന്തിക്കുന്നില്ല. രഞ്ജൻ്റെ ഒരു കഴിവും കുറേ ആളുകളുടെ പ്രാർത്ഥനയൊക്കെയാണ് രഞ്ജനത്തെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മ്യൂസിക്കിനെ കുറിച്ച് റിവ്യൂവേഴ്സ് കുറേ ഉണ്ട് അല്ലേ? സിനിമയെക്കുറിച്ച് വ്യക്തിഹത്യ ചെയ്യുന്ന റിവ്യൂമാണ്. അതോടൊപ്പം മ്യൂസിക്, ഇത് ഭയങ്കര പ്രശ്നമാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ. ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്, ഈ മ്യൂസിക്കിനെ കുറിച്ച് വല്ല ചിന്തിച്ചിട്ട് ചെയ്യുന്നതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പം ഞാൻ റീസെൻ്റ്ലി നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സുരാജ് ചേട്ടൻ്റെ, നിതിൻ രഞ്ജി പണിക്കർ. എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സീരീസാണ് അത്. എൻ്റെ ഹൃദയത്തോട് ചേർന്നുള്ള സീരീസ്. ഈ പറഞ്ഞ പോലെ നാട്ടുമ്പുറത്തുകാരനായോണ്ടായിരിക്കാം, അത്രയും നേറ്റിവിറ്റി ഉണ്ട്. അങ്ങനെയാണല്ലോ പോകുന്നു. അത്രയും നേറ്റിവിറ്റി ഉണ്ട്. നമ്മുടെ 78 ആലപ്പുഴയും ഒറ്റപ്പാലവും റാന്നിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ആ സീരീസ്. 10 ദിവസം കൊണ്ട് സ്കോർ ചെയ്ത് തീർത്തതാണ് 6-7 എപ്പിസോഡ്സും. അപ്പോൾ കാരണം പഴനി വരുന്നു, അപ്പോൾ എനിക്ക് പെട്ടെന്ന് മഴവിൽക്കാവടി ഓർമ്മ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വൈബ് അതായതുകൊണ്ടായിരിക്കും. പക്ഷെ വളരെ ഈസി ആയിട്ട് എല്ലായിടത്തു നിന്നും പേഴ്സണൽ കോൾസ് വന്നുകൊണ്ടിരിക്കുക. മ്യൂസിക് ഗംഭീരമായി, വളരെ വ്യത്യസ്തമായി. രഞ്ജിനാണ് ചെയ്തെന്ന് തോന്നുന്നില്ല. പഴയ കാലത്ത് ഒരു മ്യൂസിക് നമ്മൾ മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ്. ആ കാലഘട്ടത്തിലെ ഒരുപാട് ടോൺസും കാര്യങ്ങളും നമ്മളത് അച്ചീവ് ചെയ്ത് അതന്നെ എക്സാക്റ്റ് ആയിട്ട് പിടിച്ചു. അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ അല്ല, അതേ വേർഷനാണ് പിടിച്ചിട്ടുള്ളത്. പക്ഷെ വളരെ സിമ്പിളായിട്ട് മ്യൂസിക് അരോചകമായി തോന്നി എന്നൊക്കെ ഒരു റിവ്യൂ ഞാൻ കേട്ടായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താ ഈ പറയുന്നത്, ഞാൻ
എനിക്ക് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ച ബി മലയാളം കാലം തൊട്ടുള്ള ചിന്തകളുണ്ട് നാഗേന്ദ്രനില്. ഞാൻ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുക എൻ്റെ മനസ്സിൽ ബി മലയാളം ക്ലാസ്, മലയാളം 2. കാരണം അതിൽ കഥയാണ്. ഓരോ നിന്റെ ഓർമ്മയ്ക്ക്, ലീലയുടെ കഥ, ഇതൊക്കെയാണ് ബി മലയാളത്തിൽ വരുന്നത്. അപ്പൊ ആ കാലം തൊട്ടുള്ള സൈക്കോളജികൾ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം അച്ചീവ് ചെയ്തിരിക്കുന്നത്. അത് ഡയറക്ടറും എല്ലാവർക്കും അറിയാം, അത് കണക്ട് ആയിട്ടുമുണ്ട്. അത് സിമ്പിളായിട്ട് അരോചകമായി എന്ന് മാത്രം പറയുമ്പോൾ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര എൻ്റെ ബാല്യം തൊട്ടുള്ള സൈക്കോളജി അതിലുണ്ട്. സിമ്പിളായിട്ട് അത് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ. പിന്നെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഡെഫിനറ്റ് ആയിട്ടുണ്ട്. പക്ഷെ മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മ്യൂസിക്കിന് വേണ്ടി ഒരു തവണ കാണണം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ എല്ലാം കൂടെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല എനിക്ക് തോന്നുന്നു. അത് ഞാൻ മ്യൂസീഷ്യനായതുകൊണ്ട് പറയുന്നതായിരിക്കാം. സിനിമാറ്റോഗ്രാഫറിന് ഇതേപോലെ തന്നെ പറയാനുണ്ടാവാം.